ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള നടനും സംവിധായകനുമാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ. അതേസമയം ഒരു വൻ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്ന ഒരു നടനാണല്ലോ നിവിൻ പോളി. രണ്ടുപേരുടെയും വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ച് ലൈനപ്പിനെ കുറിച്ചെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായ എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായതോടെ പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഏറ്റവും തിരക്കുള്ള വർഷമായിട്ട് ഈ വർഷം 2025 മാറുകയാണ്. നിലവിൽ എമ്പുരാന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളോടൊപ്പം തന്നെ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ചിത്രീകരണവും നടന്നു വരികയാണ്. ഒരു ചന്ദനക്കടത്തുകാരന്റെ കഥയുമായിട്ടാണ് വിലായത്ത് ബുദ്ധ തിയേറ്ററുകളിലേക്ക് ഈ വർഷം പകുതിയോടെ എത്തുന്നത്. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ഈ വരുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ചകളിൽ പൂർത്തിയാകുമെന്നാണ് വിവരം. അതിനുശേഷം മുഴുനീള എമ്പുരാന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടക്കുന്ന പൃഥ്വിരാജ് അടുത്തതായിട്ട് നേരത്തെ ജോയിൻ ചെയ്യുക എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായത് നോബഡിയിലേക്കാണെങ്കിൽ പോലും നിലവിൽ നോബഡിയുടെ ചിത്രീകരണം തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. റൊഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന നോബഡിക്ക് മുന്നേ സന്തോഷ് ട്രോഫിയിലേക്കായിരിക്കും പൃഥ്വിരാജ് ജോയിൻ ചെയ്യുക. അത് വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ശേഷമായിരിക്കും ഈ വർഷം പകുതിയോടെ ആയിരിക്കും നോബഡിയിലേക്ക് പൃഥ്വിരാജ് കിടക്കുക. ഈ വർഷം പകുതിക്ക് മുന്നേ അതല്ലെങ്കിൽ പകുതി മുതൽ പല സെറ്റുകളിലായിരിക്കും ഒരേ സമയം പൃഥ്വിരാജ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു സൈഡിൽ നോബഡി സെറ്റിലാണെങ്കിൽ മറ്റൊരു സൈഡിൽ ഒരുപക്ഷെ ഖലീഫ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലായിരിക്കും. അതേസമയം കാളിയൻ എന്ന സിനിമയുടെ ചിത്രീകരണവും ഈ വർഷം തന്നെ തുടങ്ങി വെക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാളിയൻ കഴിഞ്ഞ 5-6 വർഷങ്ങളിലേറെയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ആ ചരിത്ര സിനിമയുടെ ചിത്രീകരണം എങ്ങനെ പോയാലും ഈ വർഷം തുടങ്ങി വയ്ക്കുമെന്നാണ് അവസാനമായി വന്ന റിപ്പോർട്ട്. ഈ പറഞ്ഞ മലയാളം സിനിമകളോടൊപ്പം പാരലൽ ആയിട്ട് ഒരു അന്യഭാഷാ സിനിമയുടെ ചിത്രീകരണത്തിലും പൃഥ്വിരാജ് പങ്കെടുക്കും. അത് രാജമൗലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബു നായകനായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് 2 ഭാഗങ്ങളിലായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ്. ശേഷമായിരിക്കും സലാർ 2 എന്ന സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് പൃഥ്വിരാജ് ജോയിൻ ചെയ്യുക. പ്രഭാസിന്റെ പ്രശാന്ത് നീൽ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം എപ്പോൾ ആരംഭിക്കുമെന്ന് ഇനിയും വ്യക്തതയില്ല. ഈ വർഷം 2ാം പകുതിയിലെങ്കിലും സിനിമയുടെ ചിത്രീകരണം തുടങ്ങി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ തിരക്കുകളിലേക്ക് പൃഥ്വിരാജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ശക്തമായ തിരിച്ചുവരവ് ആവശ്യമുള്ള നിവിൻ പോളിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നിലവിൽ ഒരു വിജയ സിനിമ പോലും പിറക്കാത്ത നിവിന് പ്രതീക്ഷ വയ്ക്കാവുന്ന ലൈനപ്പാണുള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു സീരീസ് ആണ് ഉടനെ OTT റിലീസിന് ഒരുങ്ങുന്നത്. അത് മാറ്റി നിർത്തിയ സിനിമകളിലേക്ക് തന്നെ വരികയാണെങ്കിൽ 7 കടൽ 7 മല 2022 ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തമിഴ് സീരീസ് ആണ്. റാം സംവിധാനം ചെയ്ത സീരീസ് പല ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടും ഇനിയും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. ഈ വർഷമെങ്കിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പൂച്ച നടന്ന മറ്റൊരു നിവിൻ പോളി സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് ശേഖരവർമ്മ രാജാവ് എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ റിലീസും ഈ വർഷത്തോടെ പ്രതീക്ഷിക്കുന്നു. ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന വിവിധ നിവിൻ പോളി സിനിമയിലേക്ക് വരികയാണെങ്കിൽ നിവിന്റെ കരിയറിലെ അടുത്ത വലിയ പ്രതീക്ഷയുള്ള മാസ് സിനിമയാണ് ആര്യൻ രമണി സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ സിനിമയുടെ ചിത്രീകരണവും ഈ വർഷം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം 2018 സംവിധായകൻ ജൂഡ് ആന്റണിയും നിവിൻ പോളിയും ഒരുമിക്കുന്നുവെന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെയും ചിത്രീകരണം ഈ വർഷം തുടങ്ങി വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ കൺഫേം ആക്കപ്പെട്ട മറ്റൊരു പ്രൊജക്റ്റാണ് പ്രേമം സിനിമയുടെ സംവിധായകൻ അൽഫോൺസ് പുത്രനുമൊത്തുള്ളത്. ആ സിനിമയുടെ ഷൂട്ടിങ്ങും ഈ വർഷം തുടങ്ങി വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇന്നലെ കൺഫേം ആക്കപ്പെട്ട മറ്റൊരു പ്രൊജക്റ്റാണല്ലോ ഗൂഗിൾ മൂവീസ് നിർമ്മിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ നിവിൻ പോളി നായകനായി എത്തി വരുന്നുവെന്ന്. ഈ പ്രൊജക്റ്റിന്റെ സംവിധായകൻ ആരെയെന്ന് ഇനിയും ഉറപ്പിച്ചിട്ടില്ല. അതേസമയം ഇതിനെല്ലാം തന്നെ പുറമെ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമ കൂടി വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിവിൻ പോളിയെ സംബന്ധിച്ച് ഇതുവരെയുള്ള വിമർശനങ്ങൾക്ക് വലിയ തക്കതായ മറുപടി കൊടുക്കാൻ പാകത്തിലുള്ള പ്രൊജക്റ്റുകൾ കൈനിറയുണ്ട്. ഇനി അവയെല്ലാം തന്നെ എത്രയും വേഗം റിലീസ് ചെയ്ത് മറുപടി കൊടുക്കട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചുള്ള വാർത്തകൾക്ക്.